ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബർ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഫ്ലഷ് ടാങ്കിൽ നിന്ന് ക്ലോസറ്റിലേക്ക് വെള്ളം ലീക്ക് ചെയ്യുന്നൊരു കംപ്ലൈൻറ്റ് വീഡിയോ ആയിട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ക്ലിയർ ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ വീട്ടിൽ നമ്മൾ ആംഗിൾ കോക്ക് തുറന്നു കഴിഞ്ഞാൽ ഫ്ലഷ് ടാങ്ക് വെള്ളം വരുമ്പോൾ നമ്മൾ ഫ്ലഷ് ചെയ്യാതെ തന്നെ വെള്ളം ക്ലോസറ്റിലേക്ക് ലീക്ക് ചെയ്യുക. അപ്പോൾ കണ്ടില്ല, വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പിരിഞ്ഞ് വരുന്നത്, അങ്ങനെ വെള്ളം ഒലിച്ച് പോവുകയാണ്. ഫ്ലഷ് ടാങ്കിൽ വെള്ളം നിൽക്കില്ല. അപ്പോൾ അവർ എന്താ ചെയ്യല് വെച്ചാൽ ഫ്ലഷ് ടാങ്കിൽ വെള്ളം പൂട്ടിയിടലാണ്. അപ്പോൾ അതെന്താ ചെയ്യുക വെച്ചാൽ ഫ്ലഷ് ടാങ്ക് മാറ്റേണ്ടി വരും വെച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലഷ് ടാങ്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, അത് നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു ഇത് മാറ്റിയാൽ മതി. അതാണ് കാണിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലൊരു ചെറിയ 2 ആണി ഉണ്ടാവും, അത് വലിക്കുക. അതിനുശേഷം അതിൻ്റെ അടപ്പ് കിട്ടും. അടപ്പ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഈ ഫ്ലഷ് ചെയ്യുന്ന ലിവറിനെ കുടുക്കിക്കണ ആ ഇത് നമ്മളെന്ത് ചെയ്യുക, ഇത് അയച്ചെടുക്കുക. അയച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തുണ്ട് വാഷർ. ആ വാഷർ സെപ്പറേറ്റ് മാറ്റാൻ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തേക്കുള്ള മൊത്തത്തിലുള്ള കുറ്റിയാണ് നമ്മൾ ഔട്ട്ലെറ്റ് അറിയും, ആ സാധനം നമ്മൾ മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വെള്ളം ഫുള്ള് ഒലിച്ചു പോയി, അതിനകത്ത് ഒന്നുമില്ല, വെള്ളം ഫസ്റ്റ് ടൈമിലൊന്നുമില്ല. അപ്പോൾ ആ ലീക്ക് നമുക്ക് പരിഹരിക്കാൻ അങ്ങനെ നല്ലതാണെന്ന് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മളിതാ തയ്ച്ചെടുത്തേക്ക് കേട്ടോ. തയ്ച്ചെടുത്തിട്ട് ഇത് മൊത്തത്തിൽ ഈ ഔട്ട്ലെറ്റ് എന്ന സാധനം അടിയിൽ നമ്മൾ അതിൻ്റെ പൈപ്പ് കൊടുക്കൂലേ, ആ ബെൻഡ് പൈപ്പ്, അതിന് വരെ എല്ലാം ഒന്നിച്ചിട്ടൊരു കപ്ലിങ്ങാണ് വരിക. നമുക്ക് അടിയത്തെ കപ്ലിങ് ആവശ്യമില്ലാണ്ടല്ലോ, അത് ഈ വാഷറാണ് ലീക്ക് ആയിക്കണത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് ചെന്ന് അടിയുമ്പോൾ ഇതിന് ഗ്യാപ്പ് വരികയാണ്. അതാണ് ഇതിൽ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം നിൽക്കാത്ത പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു പുതിയ ഔട്ട്ലെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഔട്ട്ലെറ്റ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഫുൾ സൈഡായിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തുള്ള പൈപ്പ് കേടുന്നെങ്കിൽ നമുക്ക് അടിഭാഗത്ത് ആവശ്യമുള്ള വെള്ളം കാണുക ആ വാഷറിട്ട് അത് അവിടെ നിന്ന് അങ്ങോട്ട് ഈ പച്ച കാണുന്ന ഭാഗത്ത്, ഈ പച്ചൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ മാറ്റണത്. മാറ്റിയപ്പോൾ കംപ്ലൈൻ്റ് ഇല്ല, നമ്മൾ അയച്ചേക്കാണ്. അപ്പോൾ ഇത് മാത്രം നമുക്ക് മാറ്റിയാൽ മതി. അപ്പോൾ തന്നെ വെള്ളം നിൽക്കാത്ത പ്രശ്നം നമുക്ക് സോൾവ് ആക്കാൻ കഴിയും. അപ്പോൾ അതാണ് നമ്മൾ മാറ്റാൻ പോണത്. അതൊന്നുമില്ല, അത് എന്ത് ചോദിച്ചാൽ ആ സാധനം എടുത്തില്ല, നമ്മൾ അതേ സ്പോട്ടിൽ ഇതൊന്നാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ആ ബ്രഷ് ചെയ്യണതിന് കുടുക്കിന് ശേഷം പിന്നെ അവിടെ നിന്ന് തിരിച്ചു കൊടുത്താൽ തന്നെ അതവിടെ സെറ്റായി നിൽക്കും. ഇതിനകത്ത് ആ പുതിയ ഇത് എന്ത് ചെയ്യുക, അതിൻ്റെ ആ കൊളുത്തണതാ അതാ ലിവറിന് കുടുക്കിയിട്ട് അതിന് അതിമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്ന് അങ്ങനെയാണ് സെറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അതവിടെ നമുക്ക് എന്താ വെച്ചാൽ ഈ കൈ ഇവിടെ തടിയുന്ന പ്രശ്നം വരും. അപ്പോൾ നമുക്ക് അവിടെ ഒരു മുറുക്കാൻ ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും അത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് പരിഹരിച്ചാൽ കഴിയും. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. ചിലർ ചോദിക്കുന്നുണ്ട് ഫ്ലഷ് ടാങ്ക് മാറ്റേണ്ടി വരുമോ. ഫ്ലഷ് ടാങ്ക് ഒന്നും മാറ്റേണ്ട ഒരു ആവശ്യമില്ല. ഫ്ലഷ് ടാങ്കൊക്കെ മാറ്റുമ്പോൾ 600-700 റുപ്യ, ഇതിന് 80 റുപ്യേൻ്റെ കേസുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഫിറ്റ് ചെയ്തു. അതിന് ശേഷം വെള്ളം തുറന്നു. അപ്പോൾ വെള്ളം ഒരു ഉണ്ടല്ലേ, ഒരു തുള്ളി വെള്ളം പോകണ്ട. അപ്പോൾ അതോടുകൂടി ആ പ്രശ്നം അവിടെ നമുക്ക് സോൾവായി. ഇത്രയേ ഉള്ളൂ, ഒരു 70-80 റുപ്യേൻ്റെ കേസുള്ളൂ. ആ പ്രശ്നം ക്ലിയറായി. ഫ്ലഷ് ചെയ്യുമ്പോൾ വെള്ളം തേക്ക് വരുന്നുണ്ട്. മറ്റത് നമുക്ക് എന്ത് ചെയ്യുക, വൈറ്റ് സാധനം ഉണ്ടല്ലോ, വൈറ്റ് കപ്ലിങ്, അതിന് മറ്റേ അടിഭാഗത്തു നിന്ന് ഒരു കമ്പനീൻ്റെ ഒക്കെ ആകുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കുക. അതവിടെ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.